നമസ്കാരം. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തലവനായി ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേലിനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വിശ്വസ്തനാണ് കാഷ് പട്ടേൽ എന്നറിയപ്പെടുന്ന കശ്യപ് പട്ടേൽ. സാമൂഹ്യ മാധ്യമമായ സോഷ്യലിലൂടെയാണ് ഈ തീരുമാനം ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടത്. കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് നിലപാടുള്ള ചാമ്പ്യനുമാണ്. അഴിമതി തുറന്നു കാട്ടാനും നീതിക്കും അമേരിക്കൻ ജനതയുടെ സംരക്ഷണത്തിനുമായി തന്റെ കരിയർ ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് അദ്ദേഹം. സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഒന്നാം ട്രംപ് ഭരണകൂടത്തിലും നിർണായക പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് കശ്യപ് പട്ടേൽ. അക്കാലത്ത് തീവ്രവാദ വിരുദ്ധ സേനയുടെ നേതൃനിരയിൽ അദ്ദേഹം നിർണായക സേവനമനുഷ്ഠിച്ചു. അങ്ങനെ നിരവധി തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളിൽ അദ്ദേഹം പങ്കാളിയായി. IS തലവൻ അബൂബക്കർ അൽ ബഗ്ദാദി, അൽ ഖ്വയ്ദ കമാൻഡർ ഖാസിം അൽ റിമി എന്നിവരെ വധിച്ച തന്ത്രപ്രധാന പദ്ധതികളുടെ ആസൂത്രണത്തിൽ കശ്യപ് പട്ടേൽ സുപ്രധാന സ്ഥാനം വഹിച്ചു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ IS-നും അൽ ഖ്വയ്ദയ്ക്കും നേരെയുള്ള നിരവധി ഓപ്പറേഷനുകൾക്ക് ചരട് വലിച്ച വ്യക്തിയാണ് കശ്യപ്. ഗുജറാത്ത് വംശജനായ കശ്യപിന്റെ മാതാപിതാക്കൾ 1970-കളിൽ ഉഗാണ്ടയിൽ നിന്നും US-ലേക്ക് കുടിയേറിയവരാണ്. 1980-ൽ ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലാണ് കശ്യപിന്റെ ജനനം. UK-യിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലോസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദം നേടിയ അദ്ദേഹം പട്ടേൽ റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്നുമാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത്. ഒരു പബ്ലിക് ഡിഫൻഡറായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കശ്യപ് കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, US-ലെ സ്റ്റേറ്റ് ഫെഡറൽ കോടതികളിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2016-ൽ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുണ്ടായി എന്ന ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ കശ്യപ് പങ്കാളിയായി. ആ അന്വേഷണത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്തു. 2019-ൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ കശ്യപ് അംഗമായി. അങ്ങനെ പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയ കശ്യപ് മികച്ച കുറ്റാന്വേഷകൻ എന്ന നിലയിൽ ട്രംപിന്റെ വിശ്വാസ്യത നേടിയെടുത്തു. 2020-ൽ നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടർ റിച്ചാർഡ് ഗ്രനലിന്റെ ഉപദേശക സമിതിയിലെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായും പിന്നീട് പ്രതിരോധ സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായും നിയമിക്കപ്പെട്ടു. ഇതോടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിത്വമായി കശ്യപ് മാറി. ഇതുകൂടാതെ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായി കശ്യപിനെ നാമനിർദ്ദേശം ചെയ്തെങ്കിലും CIA-യുടെ നേതൃനിരയിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ രംഗത്തെ പരിചയക്കുറവ് ചൂണ്ടിക്കാട്ടി എതിർപ്പുയർന്നു. ഇത്തവണയും CIA ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തേക്കാണ് കശ്യപിനെ നിയമിക്കാൻ ട്രംപ് പദ്ധതിയിടുന്നതെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കപ്പെടുന്നതിനിടെയാണ് രാജ്യത്തെ പ്രമുഖ കുറ്റാന്വേഷണ ഏജൻസിയായ FBI-യുടെ തലപ്പത്തേക്ക് കശ്യപിനെ നിയമിക്കുന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിമർശകനായ കശ്യപ് പട്ടേൽ മുമ്പ് FBI-യുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. സർക്കാരിനുള്ളിലെ ഗൂഢാലോചനക്കാരെന്ന് FBI-ക്കെതിരെ പലപ്പോഴും ആരോപണം ഉന്നയിച്ച അദ്ദേഹം ഒരു ഘട്ടത്തിൽ FBI പിരിച്ചുവിടണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കശ്യപ് പട്ടേൽ FBI ഡയറക്ടറായി നിയമിതനാകുന്നത്. ട്രംപിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ കുറ്റാന്വേഷകനായ കശ്യപ് പട്ടേലിന്റെ നിയമനം അതിനാൽ തന്നെ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വാർത്തയുടെ നിറം തേടി തനിനിറം.